ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മുടെ ഇംഗ്ലീഷിലെ 2 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കിന്ന് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്: ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ഓപ്പൺ ദ വിൻഡോ. ഓപ്പൺ ദ വിൻഡോന്റെ പാസീവ് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോ ഈ ഓപ്പൺ ദ വിൻഡോ എന്ന് പറയുമ്പോണ്ടല്ലോ, ഓപ്പൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ക്രിയയാണ് അല്ലെ, ഒരു വെർബാണ്. അപ്പൊ ഒരു വെർബ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസിനെയാണ് നമ്മൾ ഇംപെരേറ്റീവ് സെന്റൻസ് എന്ന് പറയാ. എന്താ പറയാ? ഇംപെരേറ്റീവ് സെന്റൻസ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇംപെരേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. എന്താ? ലെറ്റ് ചേർക്കണം, ബി ചേർക്കണം, പ്ലസ് V3 ഫോം ഓഫ് ദി വെർബും ചേർക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓപ്പൺ ദ വിൻഡോ. അപ്പൊ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ലെറ്റ് ദ വിൻഡോ ബി ഓപ്പൺഡ്. കിട്ടിയോ? ലെറ്റ് ഉണ്ട്, ബി ഉണ്ട്, V3 ഫോമും ഉണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള സെന്റൻസുകൾ, ഇംപറേറ്റീവ് സെന്റൻസുകൾ വരുമ്പോൾ ലെറ്റും ബിയും V3 ഫോമും ഉണ്ടാവും എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യൂസ് ദി പ്രോപ്പർ ക്വസ്റ്റ്യൻ ടാഗ്. എവ്രി വൺ ഇസ് എക്സൈറ്റഡ്. എവ്രി വൺ ഇസ് എക്സൈറ്റഡ്. അപ്പോൾ ഇസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓക്സിലറി വെർബിനെ നമുക്ക് കിട്ടി അല്ലെ. അപ്പോൾ ഈ ഒരു ഭാഗം പോസിറ്റീവ് ആണ്, അപ്പൊ ഈ ഒരു ഭാഗം നെഗറ്റീവ് ആവണം. അപ്പോൾ എസിനെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഒരു നോട്ടും കൂടെ ചേർക്കും അല്ലെ. അപ്പൊ ഇസിന്റ് എന്ന് പറഞ്ഞു വരും. ഇനി എവ്രി വൺ ഒക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ കൊടുക്കേണ്ടത് ദേ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോനൗൺ ആണ്. ഓക്കെ, അപ്പൊ ഇസിന്റ് ദേ എന്ന് നമ്മൾ കൊടുക്കുവോ? ഇല്ല അല്ലെ. കാരണം ദേ എന്ന് പറഞ്ഞാൽ പ്ലൂറലാ. ഇവിടെ എന്തായാലും നമുക്ക് മാറ്റാൻ പറ്റില്ല. കാരണം നമ്മുടെ സബ്ജക്ട് എവ്രി വൺ ആണ്, എന്തായാലും ദേ വരുള്ളൂ. അപ്പൊ ഇസിന്റ് പറയാൻ പറ്റില്ല. പകരം എന്ത് പറയണം? ആറിന്റ് എന്ന് പറഞ്ഞു കൊടുക്കണം. മനസ്സിലായോ? അപ്പൊ ഇതേപോലെ എഴുതിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഇത് തമ്മിൽ പറയാൻ പറ്റുമോ എന്നൊക്കെ ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് ആൻസർ. ആൻ LD ക്ലർക്ക് ആണോ, എ അംബർല ആണോ, എ MLA ആണോ, ആൻ യു ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ആൻ LD ക്ലർക്ക് അല്ലെ. ഇപ്പോ ഇതിന്റെ പ്രൊനൗൺസിയേഷൻ നോക്കി, എല്ല് കണ്ടിട്ട് എങ്ങനെയാ ആൻ വന്നേ എന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? LD എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോൾ എങ്ങനെയാ? എൽ അല്ലെ, എൽ ആണ്. അപ്പൊ എ എന്നുള്ള സൗണ്ട് ആണ് അവിടെ വരുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് സൗണ്ട് ആണ് നോക്കേണ്ടത് കേട്ടോ. അല്ലാണ്ട് എല്ലും യുവും കണ്ടിട്ടൊന്നും അല്ല നമ്മൾ എ ആണോ ആൻ ആണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ഇത് ശരിയാണ്. എ എന്നുള്ള പ്രൊനൗൺസിയേഷൻ വരികയാണെങ്കിൽ തന്നെ നമുക്ക് ആൻ യൂസ് ചെയ്യാം. ഇവിടെ എ അംബർല ആണോ? അല്ല അല്ലെ, ആൻ അംബർല ആണ് വരണ്ടേ. എ MLA ആണോ? ഇവിടെയും ഈ പറഞ്ഞ പോലെ എ തന്നെയാണ് വരുന്നത് അല്ലെ. ആൻ MLA എന്ന് വരണമായിരുന്നു. പിന്നെ ഇവിടെ EWE കൊടുത്തിട്ടുണ്ട്. EWE അതിനെങ്ങനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക? യു എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക കേട്ടോ. യു ആണ്. അപ്പൊ യാ എന്നുള്ള പ്രൊനൗൺസിയേഷൻ ആയതുകൊണ്ട് തന്നെ ആൻ അല്ല വരിക, എ ആണ് വരിക. ഓക്കെ, ഇനി യു എന്ന് പറഞ്ഞാൽ പെണ്ണാടിനെയാണ് നമ്മൾ യു എന്ന് പറയാ കേട്ടോ. കിട്ടിയല്ലോ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം. നോ സൂണർ ഹാഡ് ഹി റിട്ടൺ ഹിസ് ഫസ്റ്റ് നോവൽ ഡാഷ് ഹി സ്റ്റാർട്ടഡ് ദി നെക്സ്റ്റ്. അപ്പൊ ഇത് നമ്മുടെ കോറിലേറ്റീവ് കൺജങ്ഷനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നോ സൂണർ ഉണ്ടെങ്കിൽ നോ സൂണറിന്റെ കൂടെ വരുന്ന ആൾ ആരാ? നോ സൂണർ ദാൻ ആണ്. അതിൽ പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കാനില്ല. നോ സൂണർ ദാന്. പിന്നെ ഇത് ഹാർഡ്ലി വെൻ എന്ന് പറയും. ഹോംവർക്ക് എന്നൊക്കെ ഓർക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹാർഡ്ലി വെൻ, സ്കെയർസ്ലി വെൻ, നോ സൂണർ ദാൻ അല്ലെ. നോട്ട് ഓൺലി ബട്ട് ഓൾസോ, അങ്ങനെയൊക്കെ കേട്ടോ. ഇനി ചേഞ്ച് ഇൻ ടു ഇൻഡയറക്ട് സ്പീച്ച്. ദ മാസ്റ്റർ സെഡ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ഇതിന് ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ദ മാസ്റ്റർ സെഡ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. നമ്മുടെ ആൻസർ ഇവിടെ എന്തായാലും റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഇങ്ങനെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ സാധാരണ ഈ ഒരു ഭാഗത്ത് ടെൻസ് മാറ്റാറുണ്ട് അല്ലെ. പക്ഷെ ഈ കേസിൽ നമ്മൾ ടെൻസ് മാറ്റുന്നില്ല. എന്താ റീസൺ? എന്താ കാരണം? ഈ കൊടുത്തിട്ടുള്ളത് പ്രോവർബ് ആണ്. അപ്പൊ ഇതേപോലെ പ്രോവർബ്, ട്രൂത്ത്, ഫാക്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ സെയിം ടെൻസിൽ തന്നെ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്നുള്ളത് എങ്ങനെ പറയും? ദ മാസ്റ്റർ സെഡ് ദാറ്റ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. അല്ലാണ്ട് ബിഗാൻ അല്ല ആൻസർ ആയിട്ട് വരുന്നത്, ബിഗിൻസ് ആണ്. കാരണം അത് പ്രോവർബ് ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. യൂസ് എ സ്യൂട്ടബിൾ പ്രപ്പോസിഷൻ. ദ മിനിസ്റ്റർ കെയിം ഡാഷ് എ ഹെലികോപ്റ്റർ. എന്തായിരിക്കും ആൻസർ വരിക? ദ മിനിസ്റ്റർ കെയിം ഇൻ എ ഹെലികോപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഓൺ ആൻ എയ്റോപ്ലെയിൻ എന്ന് പറയാം. ഓൺ ആൻ എയ്റോപ്ലെയിൻ എന്ന് പറയാം. പക്ഷെ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ചെറുതാണ്. അതിനകത്തുള്ള സ്പേസ് കുറച്ചും കൂടെ ചെറുതാന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇൻ ആണ്. എല്ലാ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടിന് മുമ്പിലും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ബൈ ആണ്. ബൈ കാർ അല്ലെ, ബൈ ഓട്ടോ എന്നാണ് നമ്മൾ പറയാ. പക്ഷെ ഓൺ എ കാർ എന്ന് പറയും, അല്ലെങ്കിൽ ഇൻ ആൻ ഓട്ടോ എന്ന് പറയും കേട്ടോ. ഇനി അടുത്തത്, ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് ടൈപ്പ് ഓഫ് സെന്റൻസ്. വാട്ട് എ ബ്യൂട്ടിഫുൾ സീനറി. സീനറി ആണ് അല്ലെ. കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. എക്സ്ക്ലമേഷൻ മാർക്ക് ഒക്കെ ഉണ്ട്.
അപ്പൊ അതുകൊണ്ട് തന്നെ എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. ഇംപറേറ്റീവ് സെന്റൻസ് അറിയാലോ, ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ കമാൻഡ് അല്ലെങ്കിൽ ഒരു വെർബ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസ്. ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ അല്ലെ. അസേർട്ടീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് സബ്ജക്ട് എൻഡ്സ് വിത്ത് ഫുൾ സ്റ്റോപ്പ്. അടുത്തത് ഫേർണിച്ചർ ഇൻ ദിസ് റൂം ഡാഷ് ഗുഡ്. എന്തായിരിക്കും ആൻസർ വരിക? ഫേർണിച്ചർ ഇൻ ദിസ് റൂം ഇസ് ഗുഡ്. ഫേർണിച്ചറിനെ അല്ലെങ്കിൽ ബഗേജ്, ലഗേജ് ഇതിനെയൊക്കെ നമ്മൾ അൺകൗണ്ടബിൾ നൗൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അൺകൗണ്ടബിൾ നൗണിന് ശേഷം നമ്മൾ സിംഗുലർ വെർബ് യൂസ് ചെയ്യണം. കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐ ഡാഷ് ടു പ്ലേ ഫുട്ബോൾ വെൻ ഐ വാസ് ഇൻ UK. അപ്പൊ ഞാൻ UK-യിലായിരുന്ന സമയത്ത് ഞാൻ ഫുട്ബോൾ കളിക്കുമായിരുന്നു അല്ലെ എന്ന് പറയുന്ന വേർഡ് ഏതാ? ഐ യൂസ് ടു പ്ലേ, ഐ യൂസ് ടു ഡാൻസ് എന്നൊക്കെ പറയില്ലേ, ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പൊ പാസ്റ്റ് ടെൻസ് ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ്ഡ് ആണ് ആൻസർ ആയിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഐ ഡിസ്ലൈക്ക് ഡാഷ് വാച്ച് TV. ഈ ലൈക്ക് ഡിസ്ലൈക്കിനൊക്കെ ശേഷം നമ്മൾ ING ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്യും. ഓക്കെ, ഐ ഡിസ്ലൈക്ക് വാച്ചിങ് TV. നമ്മുടെ ആൻസർ ഇറ്റ് ഈസ് ഓപ്ഷൻ ബി. അപ്പൊ ഇതായിരുന്നു നമ്മുടെ 10 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ 10 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, മാർക്ക് കുറവാണെന്നും പറഞ്ഞിട്ട് വിഷമിക്കേണ്ട, കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. നമ്മൾ വിഷമിക്കുന്നേക്കാളും കൂടുതൽ നമുക്ക് ആ ഒരു എനർജി കിട്ടണം. നമുക്ക് അത് ഇനിയും ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ നമുക്കത് ചെയ്ത് റെഡി ആക്കണം. അപ്പൊ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ എല്ലാവരും വർക്ക്ഔട്ട് ചെയ്യാൻ. ഇനി നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡോണ്ട് ലുക്ക് ഡൗൺ ഡാഷ് ദി പുവർ. എന്തായിരിക്കും ആൻസർ വരിക? ഡോണ്ട് ലുക്ക് ഡൗൺ അപ്പോൺ ദി പുവർ അല്ലെ. ലുക്ക് ഡൗൺ അപ്പോൺ എന്നാണ് പറയാ കേട്ടോ. ലുക്ക് ഡൗൺ അപ്പോൺ എന്ന് പറഞ്ഞാൽ പുച്ഛിച്ച് നോക്കുക അല്ലെങ്കിൽ വില കൊടുക്കാണ്ട് നോക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ലുക്ക് ഡൗൺ അപ്പോൺ കേട്ടോ. ഇനി അടുത്തത്, ദിസ് ഇസ് ഡാഷ് മൗണ്ടൻ ഇൻ ദി ഏരിയ. ആർ യു ഷുവർ യു ക്യാൻ ക്ലൈംബ് ഇറ്റ്. ആ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഏരിയയിൽ വെച്ചിട്ടുള്ള ഒരു മൗണ്ടനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായിരിക്കും ആൻസർ വരുന്നത്? ദിസ് ഇസ് ദ സ്റ്റീപ്പസ്റ്റ് മൗണ്ടൻ ഇൻ ദി ഏരിയ. നമ്മൾ പറയില്ലേ, ഷീ ഈസ് ദ ബെസ്റ്റ് സ്റ്റുഡന്റ് ഇൻ ദി ക്ലാസ്. ആ ക്ലാസ്സിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് യൂസ് ചെയ്യുക. അപ്പൊ അതിന് മുമ്പിൽ നമ്മൾ ദ ചേർക്കും അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് ദ സ്റ്റീപ്പസ്റ്റ് എന്നുള്ള ആൻസർ വരാനുള്ള റീസൺ. ഇനി അടുത്തത്, നൈദർ മൈ ഫ്രണ്ട്സ് നോർ ദ ബുക്ക് സ്റ്റോർ ഡാഷ് ബുക്ക് ഐ നീഡ്. നൈദർ മൈ ഫ്രണ്ട്സ് നോർ ദി ബുക്ക് സ്റ്റോർ. നൈദർ നോർ വരുമ്പോ നമ്മൾ നോക്കേണ്ടത് സെക്കൻഡ് സബ്ജക്റ്റിനെ നോക്കണം അല്ലെ. സെക്കൻഡ് സബ്ജക്ട് എന്താ? ബുക്ക് സ്റ്റോർ ആണ്. അപ്പൊ നൈദർ മൈ ഫ്രണ്ട്സ് നോർ ദി ബുക്ക് സ്റ്റോർ ഹാസ് ദി ബുക്ക് ഐ നീഡ്. അപ്പൊ നൈദർ എന്ന് പറയുമ്പോൾ തന്നെ നെഗറ്റീവ് ആണ്, പിന്നെ നമ്മളൊരു നോട്ട് ചേർത്തിട്ട് പറയേണ്ട കാര്യമില്ല കേട്ടോ. അതാണ് ആൻസർ. ഓപ്ഷൻ സി വരാനുള്ള റീസൺ ഹാസ് ആണ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ഐ ട്രൈ ടു എക്സ്പ്ലെയിൻ ബട്ട് ഹി റിഫ്യൂസ്ഡ് ഡാഷ് ആൻഡ് വെന്റ് ഓൺ ഡാഷ്. ഓക്കെ, അപ്പൊ ഒരു കാര്യം എല്ലാവരും നോട്ട് ചെയ്തേക്കുക. ഈ പ്രപ്പോസിഷന് ശേഷം നമ്മൾ സാധാരണ ING ഫോം ഓഫ് ദി വെർബാണ് യൂസ് ചെയ്യാറ് കേട്ടോ. പ്രപ്പോസിഷന് ശേഷം നമ്മൾ സാധാരണ ING ഫോം ആണ് യൂസ് ചെയ്യാറ്. അപ്പോ ഒന്നല്ലെങ്കിൽ ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓൺ ഉണ്ട്, പിന്നെയും ഒരു ഫോർ വരേണ്ട കാര്യമില്ല അല്ലെ. ഇതും ഒരു പ്രപ്പോസിഷൻ അല്ലേ. അപ്പൊ ആൻസർ എന്തായിട്ട് ഓപ്ഷൻ എ ആണ്. ഐ ട്രൈ ടു എക്സ്പ്ലെയിൻ ബട്ട് ഹി റിഫ്യൂസ് ടു ലിസൺ ആൻഡ് വെന്റ് ഓൺ ഗ്രംബ്ലിംഗ്. ഒരു കാര്യം കൂടെ എല്ലാവരും നോട്ട് ചെയ്തേക്കുക. റിഫ്യൂസിന് ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യുക? 2+V1 ആണ് യൂസ് ചെയ്യുക കേട്ടോ. ഇത് നോട്ട് ചെയ്തേക്കണേ. അടുത്തത്, ദേ ഷോഡ് ഹെർ ദ ഈസിയസ്റ്റ് വേ ടു ഡു ഇറ്റ്. പാസീവ് ഫോം ഓഫ് ദി സെന്റൻസസ്. ദേ ഷോഡ് ഹെർ ആണ്, അവളെയാണ് കാണിച്ചത് അല്ലേ. ഓക്കെ, ദേ ഷോഡ് ഹെർ ദ ഈസിയസ്റ്റ് വേ ടു ഡു ഇറ്റ്. ഇതിനെ പാസീവ് ആക്കണം. പാസീവ് ആക്കുമ്പോ എങ്ങനെയാ പറയാ? ഇതിന്റെ ഒബ്ജക്റ്റ് ആയിരിക്കും ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വരാം. അപ്പൊ ഷീ ആയിരിക്കും സ്റ്റാർട്ടിംഗ് ആയിട്ട് വരാം. ഓക്കെ, അപ്പോ അങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ആൻസറിലേക്ക് വരാം അല്ലെ. പിന്നെ ഷോഡ് ഉണ്ട്, പാസ്റ്റ് ആണ്, പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ആൻസറിൽ വാസ് അല്ലെങ്കിൽ വേർ ഉണ്ടാവും. അപ്പൊ ഇവിടെ വാസ് ഉണ്ട്, ഇവിടെ വാസ് ഉണ്ട്, ഇവിടെയും വാസ് ഉണ്ട്. ഓപ്ഷൻ സി നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, പിന്നെ ദേ ഷോഡ് ഹെർ ദ ഈസിയസ്റ്റ് വേ ടു ഡു ഇറ്റ് ആണ്. നമുക്ക് ഓപ്ഷൻ ബി വായിക്കുമ്പോൾ ദ ഈസിയസ്റ്റ് വേ ടു ഡു ഇറ്റ് വാസ് ഷോഡ് ബൈ ദം. അപ്പൊ ഇവിടെ അവളെ കുറിച്ചൊന്നും പറഞ്ഞില്ല, ഹെറിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തായാലും അത് പറ്റില്ല. അതേപോലെ തന്നെ ഇറ്റ് വാസ് ഷോൺ ബൈ ദം ദ ഈസിയസ്റ്റ് വേ, അതും ഇല്ല അല്ലെ. ഹെറിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. കാരണം ഒബ്ജക്റ്റ് വെച്ചിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ വാസ് ഉണ്ട്, പിന്നെ ഞാൻ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രം. ഇനി അടുത്തത്, എ ഡാഷ് ഓഫ് സെയിലേഴ്സ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു അല്ലെ. എന്താണ് ആൻസർ ആയിട്ട് വരിക? ക്രൂ ഓഫ് സെയിലേഴ്സ് ആണ്. കൊയർ നമ്മൾ കൊയർ ഓഫ് സിംഗേഴ്സ് പറയാറുണ്ട്, ഗ്യാങ് ഓഫ് പ്രിസണേഴ്സ് പറയാറുണ്ട് അല്ലെ. യെസ്. അടുത്ത ചോദ്യം, ഹെർ അയൺ വിൽ ആൻഡ് ഡാഷ് കമ്മിറ്റ്മെന്റ് പുട്ട് ഹെർ ഓൺ ദി ടോപ്പ്. അപ്പോ ഹെർ അയൺ വിൽ, അതായത് നല്ല ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു മനഃശക്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ, മൈൻഡ്. ആൻഡ് ഡാഷ് കമ്മിറ്റ്മെന്റ് പുട്ട് ഹെർ ഓൺ ദി ടോപ്പ്. ആൻസർ
അൺഫ്ലിഞ്ചിങ് ആണ്. അൺഫ്ലിഞ്ചിങ് എന്ന് പറഞ്ഞാൽ വ്യതിചലിക്കാത്ത, കേട്ടോ, വ്യതിചലിക്കാത്ത അത്രയും ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ്. ഡോസൈൽ എന്ന് പറഞ്ഞാൽ ഈസിലി ഇൻഫ്ലുവൻസിങ്, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഈസിലി ഇൻഫ്ലുവൻസിങ് അല്ലെ, ഒരു ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ ചില പെട്ടെന്ന് ഇൻഫ്ലുവൻസിങ് ആയിട്ടൊക്കെ വരും എന്നൊക്കെ ഓർക്കും. ഡോസൈൽ, ഈസിലി ഇൻഫ്ലുവൻസിങ്. നേവറി എന്ന് പറഞ്ഞാലോ, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിപ്പിച്ചാണല്ലോ നേവ് എന്ന് പറഞ്ഞിട്ട്, അല്ലെ, എന്താ പറയാ, ചീറ്റ് ചെയ്യുക, നാവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു, കള്ളത്തരം പറയുക, ചീറ്റ് ചെയ്യുക, വഞ്ചന, അതാണ് നേവറി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഈ റെസല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്ത്? റെസല്യൂട്ട് എന്ന് പറഞ്ഞാൽ പതറുന്ന, അതായത് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടൊക്കെ വേണമെങ്കിൽ പറയാവുന്നതാണ്. അൺഫ്ലിഞ്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ? പതറാത്ത, അല്ലെ, വളരെ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള. ഇത് പതറുന്ന, കേട്ടോ, ഇറസല്യൂട്ട്. ഓക്കെ. ഇനി അടുത്ത് നോക്കാം. ഇഫ് യു ആർ അണ്ടർ എ ക്ലൗഡ് ഇറ്റ് മീൻസ് ദാറ്റ്. ഇഫ് യു ആർ അണ്ടർ എ ക്ലൗഡ്, അണ്ടർ എ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യു ആർ ഇൻ ട്രബിൾ ആണ്, അല്ലെ. അണ്ടർ ദി ക്ലൗഡ്, വേണമെങ്കിൽ മഴയൊക്കെ പെയ്യാം, ആകെ ഇങ്ങനെ ക്ലൗഡ്സ് ആയിട്ടൊക്കെ നിൽക്കുകയാണ്, അപ്പൊ വേണമെങ്കിൽ മഴയൊക്കെ പെയ്യാം എന്നുള്ള രീതിയിലൊക്കെ ഓർക്കാം. അണ്ടർ എ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എന്താ? യു ആർ ഇൻ ട്രബിൾ. ഇനി എക്സ്പാൻഷൻ ഓഫ് NCLT, ഒരിടയ്ക്ക് PSC ഇങ്ങനെ ഇതേപോലുള്ള എക്സ്പാൻഷൻ ചോദിക്കുന്നുണ്ടായിരുന്നു, കേട്ടോ. എക്സ്പാൻഷൻ ഓഫ് NCLT, ഇതിന്റെ എക്സ്പാൻഷൻ എന്താ? നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ആണ്. ഇറ്റ്സ് ഓപ്ഷൻ ബി. അപ്പൊ വളരെ ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ പറയില്ലേ, യൂണിസെഫ്, യുനെസ്കോ, അങ്ങനെയുള്ള നമ്മുടെ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ളതും അങ്ങനെയുള്ള കുറച്ച് എക്സ്പാൻഷൻസ് ഒക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം, കേട്ടോ. നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ആണ്. ഓക്കെ. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഡെർത്ത് കൊടുത്തിട്ടുണ്ട്, ക്യാമ്പയിൻ കൊടുത്തിട്ടുണ്ട്, ക്രൂസ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ സ്കഫിൾ കൊടുത്തിട്ടുണ്ട്. സ്കഫിളിന്റെ സ്പെല്ലിംഗ് എന്താ വരിക? സ്കഫിളിന്റെ സ്പെല്ലിംഗ് ദാറ്റ് ഇസ് SCUFFLE ആണ്. സ്കഫിൾ എന്ന് പറഞ്ഞാൽ അടി പിടിക്കുക, ലഹള കൂട്ടുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. ഷഫിൾ ഒക്കെ ചെയ്തപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓർക്കാം, നമ്മുടെ ക്ലാസ്സിൽ ഷഫിൾ ഒക്കെ ചെയ്തപ്പോൾ നമ്മൾ തല്ല് പിടിച്ചു എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം. സ്കഫിൾ എന്ന് പറഞ്ഞാൽ തല്ല് പിടിക്കുക എന്നുള്ളൊരു മീനിങ്. അതിന് സ്പെല്ലിംഗ് നോക്കുക, 2 F ഉണ്ട്. ഇനി ട്രൂസ്, ട്രൂസ് എന്ന് പറഞ്ഞാൽ എന്താ? തൽക്കാല ശമനം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ട്രൂസ്. അതിന്റെ സ്പെല്ലിംഗിൽ TRUCE ആണ്, ട്രൂസ്. ഓക്കെ. ഡെർത്ത്, ഡെർത്തിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആണ്. ഡെർത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിച്ചതാണല്ലേ, എന്താ? സ്കെയർസിറ്റി. നമ്മുടെ എർത്തിൽ കുറെ ഷോർട്ടേജ് ഉണ്ട്, അല്ലെങ്കിൽ സ്കെയർസിറ്റി ഉണ്ടെന്നൊക്കെ ഞാൻ കണക്ട് ചെയ്ത് പഠിപ്പിച്ചിരുന്നതാണ്. ഇനി ക്യാമ്പയിന്റെ സ്പെല്ലിംഗ് എന്താ? CAMPAIGN, അല്ലെ, ക്യാമ്പയിൻ. ക്യാമ്പയിൻ ആണ് കേട്ടോ. ഇവിടെ G ഉണ്ട്, ജിയുടെ പ്രൊനൗൺസിയേഷൻ സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ്, അതാണ് ഇങ്ങനെ തോന്നുന്നത് കേട്ടോ. പറയുമ്പോൾ നമ്മൾ ക്യാമ്പയിൻ തന്നെയാണ് പറയുക. G ഉണ്ടെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ 10 ക്വസ്റ്റ്യൻസ്. നമ്മൾ ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്കുകൾ എല്ലാവരും കമന്റ് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ടോ, പിന്നെ നിങ്ങൾ ഡെയിലി പഠിക്കുന്നുണ്ടോ, ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് കമന്റ് ചെയ്യാം, കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. എല്ലാവരും നല്ല രീതിയിൽ ഇരുന്ന് പഠിക്കുക, മാക്സിമം എഫേർട്ട് എടുക്കുക. കുറച്ച് ദിവസം കൂടെ നമുക്കിനി എക്സാമിനുള്ളൂ. അപ്പൊ ടെൻഷൻ ഒന്നും വേണ്ട, മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ഇഷ്ടപ്പെട്ട് എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ എല്ലാവർക്കും ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.